6,80,000 രൂപയ്ക്ക് 2018 ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓഫർ പ്രൈസിന് കൊടുക്കും. ഇത് നമുക്ക് ഓഫർ പ്രൈസ് തന്നെയാണ് ഉള്ളൂ. ഇത് 2020-21 മോഡലാണ്. ഞാൻ ജെനുവിൻ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആണ്. ജെനുവിൻ അല്ല നമ്മൾ പറഞ്ഞാൽ അതല്ല. അപ്പൊ അവിടെയുള്ള ഇന്നോവകൾ കാണിച്ചല്ലോ, അതിനൊന്നും ഹിസ്റ്ററി എടുത്തിട്ടില്ല. കാരണം 2010, 9, 11 അതൊക്കെ വണ്ടി പോലെ നോക്കിയിട്ട് വരുന്ന ആളുകൾക്ക് നോക്കിയിട്ട് എടുക്കാം. മുക്താറാണ് സത്യം പറഞ്ഞാൽ. ഈ നാസർ ഖാന്റെ വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം 8 മനുഷ്യൻ കുടുങ്ങി. എന്ത് മനുഷ്യനാണ് നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നാസർ ഖാന്റെ വീഡിയോ മാക്സിമം നിങ്ങൾ വേഗം പെട്ടെന്ന് കാണിക്കണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് മൂപ്പര് മൊത്തം പറയുന്നുണ്ട്. ഞാൻ വാസ്തു തന്നെ ഒരു സാധനം കാണിച്ചാൽ പൊളമി 2014 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ പക്ക ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ 1,26,000 കിലോമീറ്റർ. അത് ഹിസ്റ്ററി പക്ക ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കിതൊരു ഫുൾ കവർ ഇൻഷുറൻസോടുകൂടി 11.5 ലക്ഷം രൂപയ്ക്ക് തരാൻ പോകുന്നത്. അതേപോലെ തന്നെ 2016 Z ഫുൾ ഓപ്ഷൻ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് തരാൻ പോകുന്നത് 14 ലക്ഷം രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല, ഒരു അമിട്ട് ഓഫർ വന്നിട്ടുണ്ട്. നാസർക്ക് ഒന്ന് ഓടി വരും നിങ്ങൾ. ഇതാ 2018 ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ 2018 ഡീസൽ ഓട്ടോമാറ്റിക് ബ്രസ നിങ്ങൾ തരാൻ പോകുന്നത് വെറും എത്ര 6,80,000 രൂപയ്ക്ക്. ചിരി മാത്രമേ ഉള്ളല്ലേ? 6,80,000 രൂപയ്ക്ക്. കഴിഞ്ഞിട്ടില്ല. അടുത്ത ഓഫർ എന്താ അറിയോ? നിങ്ങൾ തരാൻ പോകുന്നത് ബലോനോ 2017 ഓട്ടോമാറ്റിക് തരാൻ പോകുന്നത് 5,70,000 രൂപയ്ക്ക്. 5,70,000 രൂപയ്ക്ക്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഇനോവ വരുന്നുണ്ട്. 2011 G4 അല്ലേ? 2011 G4 ഇങ്ങനെ തരാൻ പോകുന്നത് 5,10,000 രൂപയ്ക്ക്. ഒരുപാട് വണ്ടികളും നല്ല ഓഫറും. പക്ഷേ വേറൊരു കാര്യം പറഞ്ഞിട്ട്, വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവാൻ പോണത് എന്താണത്? നിങ്ങൾ പറഞ്ഞോളി. ലോൺ ചെയ്യുന്നില്ല. ലോൺ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വണ്ടി ഇവിടെ വരാം, ഇഷ്ടപ്പെടാൻ വണ്ടി ഇവിടുന്ന് എടുക്കാം. മാക്സിമം റേറ്റ് കുറച്ചിട്ട് മാക്സിമം പൊട്ടിച്ച റേറ്റാണ്. ഇനി അഥവാ വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഖാന്തരോ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരല്ലേ ഫിനാൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയാക്കാം. ഇവിടുന്ന് ഇവർ ഒന്നും റെഡിയാക്കി കൊടുക്കുന്നില്ല, ലോണ് കാര്യങ്ങളൊന്നുമില്ല. അതാണ് പറഞ്ഞത്, മൂപ്പര് കാര്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡിൻ്റെ ആളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കറക്റ്റ് ഫോട്ടോ ഇടാറുള്ളത് നമ്മൾ പിന്നെ മലപ്പുറം ജില്ലയിലെ കീശ്ശേരി കുഴിമണ്ണ പഞ്ചായത്ത് കീശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, അതായത് നമ്മളെ മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി തന്നെ പറയണം. അവിടുന്ന് വെള്ളാമ്പ്രം മോഹൻ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇതാ മോട്ടോറിസം എന്ന് പറഞ്ഞ് കാണാം. ഇതാ മൂപ്പരെ നാസർ ഖാൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി വണ്ടി. മൂപ്പര് പറഞ്ഞൊരു ഒറ്റ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാം തന്നെ പറയും. അത് വീഡിയോ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും എല്ലാ സ്ഥലത്തും പറയുന്ന ഒരൊറ്റ കാര്യമാണ്, വണ്ടി എവിടുന്ന് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായും ചെക്ക് ചെയ്യൽ നിങ്ങൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ നാസർ ഖാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു പറയണം. കാരണം ഞങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവം വെച്ചാൽ നമ്മളെ ഓൺ വണ്ടികൾക്ക് നമ്മൾ 1 month സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഓൺ വണ്ടികൾക്ക് പാർക്കിംഗ് സെയിലിന് വരുന്ന വണ്ടികൾ അവർ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കണം. പറഞ്ഞു കൊടുക്കുന്നത് പാർക്കിംഗ് സെയിൽ ആണെന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. നമ്മളെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് 1 month സർവീസും കൊടുക്കുന്നുണ്ട്. സർവീസ് പറഞ്ഞാൽ അവർക്ക് മേജർ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ ആ പാർട്ടി അതുകൊണ്ട് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല, അത് നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായാലും നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. ചെക്ക് ചെയ്യാം, അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. നാസർ ഖാൻ, നമ്മൾ ഫസ്റ്റ് തന്നെ ഈ 2011 ഫോർച്യൂണർ 2 വീൽ ഓട്ടോമാറ്റിക് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞിട്ട് നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കുക. 2 വീൽ ഓട്ടോമാറ്റിക് 2014 HR ആണ്. നേരെ NOC വിത്ത് NOC എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് ഈ വണ്ടി? 1.35 ജെനുവിൻ ഹിസ്റ്ററി. 1.28 വരെ ലാസ്റ്റ്. ഒന്നാമത് ചോദിക്കാൻ കാരണം ഈ HR ആയതുകൊണ്ട്, റീ ആയതുകൊണ്ട് ഇതൊന്നും പേടിക്കണ്ട. നമ്മുടെ അടുത്തുള്ള വണ്ടി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ്റ്ററി പക്കാണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ്. നമ്മൾ എടുത്തു നോക്കാത്തൊരു വണ്ടി നമ്മൾ ഹിസ്റ്ററി ഉണ്ടെന്ന് പറയലില്ല. 1.25 ഓടിയിട്ടുള്ളൂ. 1.28 ഹിസ്റ്ററി സർവീസിലുണ്ട്. 1.30 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റ്. നമുക്ക് ലാസ്റ്റ് നല്ലൊരു ഓഫർ പ്രൈസിന് എത്ര കൊടുക്കാം? ഈ ഒരു വണ്ടിയിൽ ഇൻഷുറൻസ് ഇല്ല. പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി നമുക്ക് ഈ ഒരു വണ്ടി 11.5 രൂപക്ക് ക്ലോസ് ചെയ്യാം. 11.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വേണ്ട, ഒന്നുമില്ല. കൊടുക്കുക. ഞാൻ അതേപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ഫോർച്യൂണർ കാണിച്ച് ഇനി നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഏതാ അറിയോ? ബ്രസ അടുത്തൊരു ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഓഫർ വണ്ടിയിലേക്കാണ് ഫസ്റ്റ് ചാടാൻ പോണത്. ഓക്കെ, ഈ ഒരു ബ്രസ ഏതാ മോഡൽ വരുന്നത്? ഈ ഒരു ബ്രസ 2018 വണ്ടിയാണ്. 2018 ഓട്ടോമാറ്റിക് ആണെന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 2018 ബ്രസ പക്ക ഹിസ്റ്ററിയുള്ള വണ്ടി. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കൺഫേം ആണ്. ഓണർഷിപ്പ് ആണത്? ഈ ഒരു വണ്ടി ഓണർഷിപ്പ് വരുന്നത് 2ാമത്തെ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 1.14. പ്രൈസ് ആണ് വരുന്നത്? ഈ ഒരു വണ്ടിന്റെ പ്രൈസ് നമുക്ക് ഒരു 6.80 ഇത് ക്ലോസ് ചെയ്യാം.
2018 ഓട്ടോമാറ്റിക് ബ്രസ ഡീസൽ 680. അപ്പൊ എന്തെങ്കിലും അപാകത എന്തെങ്കിലും ഉണ്ടോ? അപാകത എന്ന് പറഞ്ഞത് കമ്പനിയിൽ ഹിസ്റ്ററിയിൽ ഒരു 90,000 ബോഡി വർക്ക് ഇതുണ്ട്. ബോഡി വർക്ക് എടുത്തിട്ടുണ്ട്. അപ്രോഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമില്ല. വണ്ടി ഓടിച്ചാൽ വണ്ടിന്റെ സൗണ്ടിന് വണ്ടിന്റെ പെർഫോമൻസിന് ഒരു കുഴപ്പമില്ല. മേജർ പ്രൈസ് കുറഞ്ഞ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, ധൈര്യമായിട്ട് എടുക്കാം. ടെൻഷൻ അടിക്കാം. ഒരു ടെൻഷൻ. ഓക്കെ, 6,80,000 2018 ബ്രസ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ സ്വിഫ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ നല്ല റെഡ് കിളി അല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2019 പെട്രോൾ മാനുവൽ വരുന്നത്. അത് മാനുവൽ ആണ് വരുന്നത്. 2019 പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത് ഈ ഒരു വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ളത്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ. 51,000 കിലോമീറ്റർ ഓട്ടം കുറവാണ്. 2019 ആണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അവൈലബിൾ ആണ്. ലാസ്റ്റ് ഫൈനൽ എത്ര ചോദിക്കുന്നത്? ഈ ഒരു വണ്ടി നമുക്ക് 5,90,000 ക്ലോസ് ചെയ്യാം. 5,90,000 ക്ലോസ് ചെയ്യാം. ഫൈനൽ പ്രൈസ് എത്ര? ലോൺ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലേ? ലോണിന്റെ കാര്യം ഇവിടെ ചോദിക്കേണ്ട. റെഡി ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വണ്ടി ഇവിടുന്ന് കിട്ടുക. പിന്നെ ലോൺ നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും റെഡി ആക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഡി ആക്കിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, ലോണിന്റെ കേസ് ചോദിക്കണ്ട. ഇനി അടുത്തത് നമുക്ക് പോകാൻ പോകുന്നത് നേരെ ബലോനയിലേക്ക്. ബാക്കിയുള്ളൊന്നും ഓഫർ അല്ലാന്നല്ല പറയുന്നത്. എല്ലാം ആവറേജ് പ്രൈസ് തന്നെ ഉള്ളൂ. ആവറേജ് പ്രൈസ് പക്ക ഡിസ്കൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫോർച്യൂണർ ഒക്കെ കൊടുത്തത് ഓഫർ കൊടുത്ത് ലാസ്റ്റ് 25,000 അങ്ങനെ ലോസിന് കൊടുക്കേണ്ട ഗതി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ സ്റ്റാർട്ടിങ് തന്നെ പ്രൈസ് ഫൈനലാന്ന് പറഞ്ഞാൽ, കാരണം പാർട്ടി വന്ന് ഇവിടെ ഒന്ന് സംസാരിച്ച് നമുക്ക് ഇവിടുന്ന് ഒരാൾ വന്നു കഴിഞ്ഞാല് അയാൾ ഇഷ്ടപ്പെട്ടൊരു വണ്ടി കൊടുക്കാതെ വിടുന്ന ഒരു ശീലമില്ല. അപ്പം പിന്നെയും വന്ന് തർക്കിക്കുമ്പോൾ നമുക്കും അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സ്റ്റാർട്ടിങ് തന്നെ അത് പറഞ്ഞാൽ ഇന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു ബലോന ഏതാ മോഡൽ വരുന്നത്? ഈ ഒരു ബലോന 2017 CVT ഓട്ടോമാറ്റിക് വരുന്ന വണ്ടി. 2017 CVT ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 94,000 കിലോമീറ്റർ ജെന്യൂൻ ഹിസ്റ്ററി ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബാക്കിൽ ഡിക്കിൽ ചെറിയ വർക്ക് വന്നിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കാം നമുക്ക്? ഈ ഒരു വണ്ടി നമുക്കൊരു 5,70,000 ലാസ്റ്റ്. 5,70,000. റീപ്ലേസ്മെന്റ് ബോണറ്റ് മാത്രം. ഡിക്കി റീപ്ലേസ്മെന്റ് ഇല്ല. ഡിക്കിന്റെ സൈഡിൽ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട്. പോസ്റ്റിന് ചെറിയ വർക്ക്. 5,70,000. ഇനി അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്ന ഒരു വണ്ടി ഒരു ഇന്നോവ ആയിരിക്കും. ആ ഒരു ഇന്നോവയില് നമ്മളിപ്പോ 2011 അല്ലേ? 2011 G4 ആണ് വരുന്നത്. നല്ലൊരു പൈസ കൊടുക്കും നിങ്ങള്. 2011 G4 നമുക്ക് 5,000 കൊടുക്കാം. 5,00,000. നല്ല വണ്ടിയാണ് കേട്ടോ. നല്ല വണ്ടി. 2011 G4 നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 5,20,000 നല്ല റെഡ് കിളി താറ്. കാരണം താറ് എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു ഓഫർ പ്രൈസിന് കൊടുക്കും. ഇത് നമുക്ക് ഓഫർ പ്രൈസ് തന്നെയാണ് ഉള്ളൂ. ഇത് 2021 മോഡലാണ്. 2021 മോഡല് 4x4 അല്ലേ? തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4x4 അല്ലേ? 4x4 ആണ് വരുന്നത്. മാനുവൽ. 4x4 എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്? 54,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നും. ഉള്ളിൽ കുറച്ച് ആക്സസറീസും ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ ഒരു വണ്ടി നമുക്ക് ഒരു 13.5 ലക്ഷം രൂപ കൊടുക്കും. 13.5 ലക്ഷം രൂപയ്ക്ക് താറ് 2020-21 മോഡല് താറ്. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി. അതായത് എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന ഒരു കളറാണ്. അട്രാക്ഷൻ കളറാണ് ഒരു റെഡ് കളി വരുന്നത്. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് മാരുതിന്റെ ബലോനോ ഒരു വൈറ്റ് കളർ. 2023 പുത്തൻ വണ്ടി. 2023 എത്ര ഓടിയിട്ടുണ്ട്? ഇതാകെ 24,000 കിലോമീറ്റർ കണ്ടു. വെറും 24,000 കിലോമീറ്റർ 2023. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടി. പെട്രോൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പക്ക ഹിസ്റ്ററിയുള്ള വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഈ ഒരു വണ്ടി നമുക്കൊരു 8,15 ക്ലോസ് ആക്കാം. 8,15 ക്ലോസ് ആക്കാം. ലോണിന്റെ കാര്യമാണ് പിന്നെയും തൊള്ളലേക്ക്. അത് വേണ്ട, ഇഷ്ടംപോലെ ആൾക്കാർ അത് എടുക്കുന്ന വണ്ടി പോവും. അത് അതേപോലെ തന്നെ നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വണ്ടി എടുക്കും. ഓക്കെ, ടൊയോട്ടന്റെ ഗ്ലാൻസ് റെഡ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. CVT ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ വരുന്നത്? സിംഗിൾ RC 2021 മോഡൽ. സിംഗിൾ RC 2021 മോഡൽ CVT ഓട്ടോമാറ്റിക്. അടിപൊളി വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? വെറും 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ ഓട്ടം വന്നിട്ടുള്ളൂ. പക്ക ഒരു സ്ക്രൂ പോലും പുറത്തുനിന്ന് മാറ്റിയിട്ടില്ല. അവൈലബിൾ ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരു പാർട്ടി കൊണ്ടുവരുന്ന വണ്ടിയാ. അയാള് ഒരു പണി ചെറിയ സ്ക്രാച്ച് വന്നവരെ കമ്പനി കയറ്റും. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഈ ഒരു വണ്ടി നമുക്കൊരു 8,10 ക്ലോസ്. 8,10,000 ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇന്നോവ 2009 2010 വി. പങ്ങാടും കൂടുതൽ ഇപ്പൊ എനിക്കാണല്ലോ എനിക്ക് വരുന്നത്. 2010 വി ആണ്. വി ഓപ്ഷൻ അല്ലേ വരുന്നത്. അപ്പൊ അടുത്ത കൊല്ലം എന്തായാലും
ഇത് എടുക്കേണ്ടി വരും. റിന്യൂവല് വണ്ടിയല്ല, വണ്ടി നമ്പർ ആയത് 5 കൊല്ലത്തെ ടാക്സ് അടച്ചു. 5 കൊല്ലത്തെ ടാക്സ് അടിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ ഇനിയിപ്പം അത് റിന്യൂവലിന്റെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, 2010 ഓൾറെഡി 5 വർഷത്തെ പേപ്പർ ഉള്ള ഇന്നോവ. ലാസ്റ്റ് എത്ര ചോദിക്കുന്നത്? 5,10. 5,10,000 രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഈ ഒരു എത്തിയോസ് ലീവ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഈ എത്തിയോസ് ലീവ് വരുന്നത് 2019 മോഡല് ഡുവൽ ടോൺ VD 2010 അല്ലേ, 2019 ഓണർഷിപ്പ് അവിടെ സെക്കൻഡ് ഓണർ ആയിരുന്നു. ഇവിടെ ഇപ്പൊ നമ്പർ ആയതുകൊണ്ട് ഇവിടെ തേർഡ് ഓണർ ആണ്. വണ്ടി കറക്റ്റ് 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നോക്കിയോളി, ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റീപ്ലേസ്മെന്റ് ഇതിന്റെ ഡ്രൈവർ സീറ്റ് സൈഡിലെ ഡോർ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഗ്ലാസ് മാറിയിട്ടില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. അത് കമ്പനി തന്നെ മാറിയതാ. കമ്പനി തന്നെ മാറിയാണ്. ഇസ്റ്ററി കയ്യിലുള്ളല്ലേ? ഓക്കെ, ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 6,90 കൊടുത്തോളൂ. നല്ല റേറ്റ്. 6,90 കുറച്ച് ഇങ്ങനത്തെ ഒരു വണ്ടി കൊടുത്തും കിട്ടൂല. 6,90 ഫൈനലായിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന സ്വിഫ്റ്റ് ആണ്. ഒരു ബ്ലൂ കളർ, ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ VXI 2021 മോഡൽ. 2021 VXI ആണ് വന്നത്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്? ഇത് വെറും 59,000 കിലോമീറ്റർ. വെറും 59,000 കിലോമീറ്റർ. ഇതിന് കണ്ടില്ല, അലോയ് വീല് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്താണല്ലോ. അടിപൊളി നല്ല ഒരു അലോയ് കാര്യങ്ങളാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ളതുണ്ട്. ഓട്ടോ എത്ര പറഞ്ഞത്? 59,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, പക്ക. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്കൊരു 6,65 കൊടുക്കാം. 6,65,000. 2021 സ്വിഫ്റ്റ് 6,65,000 രൂപ. ഓക്കെ, ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് Audi A4 S ലൈൻ. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, ഫാൻസി നമ്പർ, ന്യൂ ഇൻഷുറൻസ്, പുത്തൻ ടയർ, ₹1 വർക്ക് ഇല്ല. അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി. അടിപൊളി. ഇത് റിയ ആണോ കേരള ആണോ? ഇത് റിയ ആണ്. നമ്പർ ആയ വണ്ടിയാണ്. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 86,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ്. അവിടെ സിംഗിൾ ഓണർഷിപ്പിലായിരുന്നു, ഇവിടെ സെക്കൻഡ്. അതെ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര ആയിരുന്നു? നമുക്ക് ഈ ഒരു വണ്ടി 11,11,000 രൂപ കൊടുക്കാം. 11,11,000. സോറി 11,10,000. ഒന്ന് കൂടി 11,10,000 രൂപ. 10,000 ആണോ ഒഴിവാക്കിയാലോ? അത് ഒഴിവാക്കണ്ട, അത് വേണം. അത് ഇല്ലാതെ നടക്കൂല. അപ്പൊ മാക്സിമം മുട്ടിച്ച റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഫോർച്യൂണർ 2015 ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് 2015 ടൂ വീലാണോ ചെയ്തത്? ടൂ വീല്. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 1,60,000 ജെനുവിൻ ഹിസ്റ്ററി. 1,60,000 ജെനുവിൻ. നല്ല വൃത്തിയിലുണ്ട്. ജെനുവിൻ പക്ക. ഞാൻ ജെനുവിൻ എന്ന് പറഞ്ഞ ജെനുവിൻ ആണ്. ജെനുവിൻ അല്ല നമ്മൾ പറഞ്ഞാൽ അതല്ല. അപ്പൊ അവിടെയുള്ള ഇന്നോവകൾ കാണിച്ചല്ലോ, അതിനൊന്നും ഹിസ്റ്ററി എടുത്തിട്ടില്ല. കാരണം 2010, 9, 11 അതൊക്കെ വണ്ടി പോലെ നോക്കിയിട്ട് വരുന്ന ആളുകൾക്ക് നോക്കിയിട്ട് എടുക്കാം. ഞാൻ ഈ ഹിസ്റ്ററി പറഞ്ഞ വണ്ടികൾ ഹിസ്റ്ററി ഉള്ളതാണ്. വണ്ടികളാണ്. ഓക്കെ, റീപ്ലേസ്മെന്റ് എന്താണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഈ വണ്ടി. ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഈ ഒരു വണ്ടി 13,30,000 രൂപ നമുക്ക് ക്ലോസ് ചെയ്യാം. 13,30,000 രൂപ. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ക്രിസ്റ്റ Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 2016 മോഡൽ. 2016 Z ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. ഓണർഷിപ്പ് ഇതിപ്പോ സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിലാണുള്ളത്. ഇത് നമുക്ക് ഇവർക്ക് ഓരോ പേരിലേക്ക് NOC എടുത്തു കൊടുക്കാം. ഇൻഷുറൻസ് പുത്തൻ ടയറാണ്. 4 ടയറും പുത്തൻ ടയറാ. ആകെ 90,000 കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള വണ്ടി. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് നമുക്ക് 14.5 ലക്ഷം രൂപ, ഒരു 14.30 നമുക്ക് ക്ലോസ് ചെയ്യാം. 14,30,000 രൂപ 2016 ക്രിസ്റ്റ നമുക്ക് കൊടുക്കാം. ഇത്ര ഓട്ടം കുറവുള്ള വണ്ടി ഈ റേറ്റിൽ കിട്ടൂല അല്ലേ? ഓക്കെ, ഈ ഒരു ക്രിസ്റ്റ ഇത് മാനുവൽ ആണ്. 2018 മോഡൽ. 2018 മാനുവൽ. ഏത് ഓപ്ഷൻ? G4 ആണ്. ഇത് GX ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. G4 ആണ്, GX ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2018 അല്ലേ പറഞ്ഞത്? 2018. ഓണർഷിപ്പ് പറഞ്ഞത്? ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പിലാണ്. 95,000 കിലോമീറ്റർ ഓടി. 96,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷെ ഈ വണ്ടിക്ക് ഹിസ്റ്ററി ഇല്ല കേട്ടോ. ഹിസ്റ്ററി ഇല്ല. കമ്പനിയിൽ ഹിസ്റ്ററി ഇല്ല. പക്ഷെ വണ്ടിക്ക് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടിയാണ്, പക്ഷെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിന്റെ ഇന്റീരിയറിനൊക്കെ വൃത്തി കണ്ടല്ലോ. ഞാൻ ആ ഒരു വൃത്തി കണ്ടിട്ടാണ് ഈ വണ്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത്. വണ്ടിക്ക് റീപ്ലേസ്മെന്റും ഇല്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഈ ഒരു വണ്ടി നമുക്കൊരു 13,60,000 രൂപയ്ക്ക് ഇത് NOC ക്ലോസ് ചെയ്യാം. 13,60,000 രൂപ വിത്ത് NOC നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡല്. 2014 G4 V ഓപ്ഷൻ ആണ് വരുന്നത്. 2014 ഓണർഷിപ്പ് വരുന്നത്? ഈ വണ്ടി ഓണർഷിപ്പ് ഉള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ്. എത്ര കിലോമീറ്റർ ഓടിച്ചത്? ഇത് കറക്റ്റ് 1,50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ബാക്കിൽ ഡിക്കി ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കി ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഫൈനൽ എത്ര വയ്ക്കുന്നത്? ഇത് നമുക്കൊരു
8:30 NOC കൊടുക്കുക. 8:30 വിത്ത് NOC നമ്മൾ കൊടുക്കാം അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഇനോവ നമ്മൾ വരുന്നത് സോറി, ഇത് നമുക്ക് 8 ലക്ഷം റുപ്യ ക്ലോസ് ചെയ്യാം കേട്ടോ. 8:30 അല്ല 8 ലക്ഷം രൂപ, 30,000 രൂപ വീണ്ടും കുറഞ്ഞു. ഇനി കുറച്ചുകൂടി അല്ലല്ല, ഞാൻ 8 ലക്ഷം റുപ്യ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ചെയ്യാം. ഓക്കെ. ഈ ഒരു ഇനോവ 2009 B ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇത് പുതിയ പേപ്പർ എടുക്കേണ്ടി വരും. ഈ വണ്ടി പേപ്പർ ഫുൾ എടുത്ത് നമ്പർ ആയ വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് 2009 B. 2009 ഇത് 5.4 ഇട്ടു. ഇത് കുറച്ച് കുളൂസ് ഒക്കെയാണ് വണ്ടി. ഹെഡ് ലാമ്പ് ഒക്കെ LED വെച്ചിട്ടുണ്ട്, ഉള്ളില് പിന്നെ LCD വെച്ചിട്ടുണ്ട്, ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഇത് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കയറിയ വണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് സാധാ നോർമൽ മാർക്കറ്റ് പ്രൈസ് അല്ല ഇതിന്, കുറച്ച് വ്യത്യാസം. 5.5 ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനൽ ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ വരുന്നത് ഇത് 2010 G4 2010 G4 ഇത് V ആണ്. 2010 V. ഓണർഷിപ്പ് വന്നിട്ട് 4th ഓണർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കൺഫേം അല്ല, അത് വണ്ടി നിർത്തിയിട്ടുള്ളൂ, ചെക്ക് ചെയ്യണം. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതൊരു 5,20,000 നമുക്ക് 5,20,000 രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ടില്ല നാസർക്ക, നമ്മളൊരു വണ്ടി വാഗ്നർ പുറത്ത് നിർത്തിയിട്ടുണ്ട്. അതിന്റെ അടുത്തിട്ട് പോയിട്ട് പറയാം. അവിടെ എത്തിട്ട് പറയാം. നമ്മൾ പറഞ്ഞ വാഗ്നർ VXA അല്ല വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2012 മോഡലാണ്. 2012 ഓണർഷിപ്പ് ഉള്ള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിച്ചു? 1 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഇതിന്റെ ബോണറ്റ് അവര് പിന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് മതിൽമേല സൈഡിലിട്ട് ബോണറ്റ് ചളിങ്ങിന് ബോണറ്റ് മാറിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വേറെ ഒന്നും അപകട കാര്യങ്ങളൊന്നും 2012 VXA ആണ്. ഓട്ട് എത്ര പറഞ്ഞത്? 1 ലക്ഷം കിലോമീറ്റർ. 12 അല്ലേ? ഓക്കെ. ലാസ്റ്റ് ഫൈനൽ നിങ്ങൾക്ക് എത്ര വേണ്ടിയത്? നമുക്ക് 2,45 ക്ലോസ് ചെയ്യാം. 2,45,000 രൂപയ്ക്ക് 2012 വാഗനർ. ഓക്കെ നാസർക്ക്, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒരു കിടക്കുന്ന ഒരു ബ്രിഡ്ജ് അല്ലേ, അത് കൊടുക്കാനുള്ളതാണ്. ഓട്ടോമാറ്റിക് കയറ്റിയിടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകണം. പറമ്പ് പോവാ. അപ്പൊ ഈ ബ്രസ കേൾവണ്ണ അങ്ങ് തലസ്ഥാനത്തുള്ള വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2019 VDI ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1.16 ജെന്യുइन ഹിസ്റ്ററി, നോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2019 1.16 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ലാസ്റ്റ് ഫൈനൽ നിങ്ങളുടെ കയ്യിൽ എത്ര ആയിട്ടുണ്ട്? എന്തേ പ്രൈസ് പറഞ്ഞു? 7,80,000 രൂപയ്ക്ക് ലാസ്റ്റ് ക്ലോസ് ആണ്. 7,80,000 രൂപ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ക്ലോസ് ചെയ്യാം. അപ്പൊ എന്തായാലും നാസർക്ക് നമ്മൾ ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കാണിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ലുക്കില്ലേ? ലുക്ക് ഉണ്ട്. അത്യാവശ്യം ഒരുപാട് വണ്ടികളുണ്ട്. നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത്? കറക്റ്റ് സ്പോട്ട് വരുന്നത് നമുക്ക് ഇവിടെ കീശ്ശേരി എന്നാണ് ലൊക്കേഷന്റെ പേര്. അതായത് മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി. അങ്ങനെ മലപ്പുറം കൊണ്ടോട്ടി കീശ്ശേരി കുഴിമണ്ണ സെക്കൻഡ് സൗത്ത്. അതായത് വെള്ളാമ്പ്രം മോങ്ങം ഭാഗത്തേക്ക് പോണ റോഡ്. അപ്പൊ അവിടെ വന്നാൽ ഞാൻ മോട്ടോറിസം തന്നെ കാണാം. അപ്പൊ എന്തായാലും അടിയിൽ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നാസർക്കാലങ്ങൾ വിളിച്ചോടി. തൽക്കാലം